പുലയപ്പാട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിയയിക്കുട്ടിക്ക് മാറുമറിക്കാനായി ബ്ലൗസ് മോഷ്ടിച്ച് കൊണ്ടു കൊടുക്കുന്ന ഗൗതമൻ. അപ്പോൾ ഇവിടെ തന്നെ അവരുടെ ഇത്തരത്തിലുള്ള ജാതിയുടെ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ഒരു ബോധം അവരുടെ മനസ്സിൽ എത്രമാത്രം അന്തർലീനമായിരിക്കുന്നു എന്ന് നമ്മളിലേക്ക് കഥാകൃത്തിന് തുറന്നു കാണിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാറുമറയ്ക്കാൻ പാടില്ല എന്നുള്ള നിയമം, അങ്ങനെയുള്ള അത്തരത്തിലുള്ള ദുരാചാരങ്ങളും അനാചാരങ്ങളും ഉണ്ടായിരുന്ന കേരളമെന്ന ഭ്രാന്താലയത്തിൻ്റെ നേർചിത്രം തന്നെ നമുക്ക് നോവലിൽ അടയാളപ്പെട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എം മുകുന്ദൻ്റെ പുലയപ്പാട്ട് എന്ന നോവൽ നമ്മളിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. താഴ്ന്ന ജാതിക്കാരായി മുദ്ര കുത്തപ്പെട്ട് ഇരിക്കുന്ന സമൂഹങ്ങൾ, അവർ എത്തരത്തിലുള്ള വേദനകളും ദുഃഖങ്ങളുമാണ് അനുഭവിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ പുലയപ്പാട്ട് എന്ന നോവലിനെ നമ്മൾ കാണേണ്ടത്. നോവൽ പ്രതിനിധീകരിക്കുന്നത് അവരുടെ ദൈന്യതയും വേദനയും മാത്രമല്ല. കീഴ്ജാതി എന്ന് പറഞ്ഞ് അടിച്ചമർത്തി വയ്ക്കപ്പെടുന്ന അവർ മുന്നോട്ട് വന്ന് അവരുടെ പ്രവർത്തന മണ്ഡലം കണ്ടെത്തി വികസിപ്പിച്ച് ഒരു ഉയർന്ന തലത്തിലേക്കും നിലവാരത്തിലേക്കും എത്തുന്ന പൊതുധാരയിലേക്ക് എത്തുന്നതിനെയാണ് പുലയപ്പാട്ട് എന്ന നോവൽ പ്രത്യേകമായി നമ്മളിലേക്ക് എത്തിക്കുന്നത്. ഗൗതമൻ്റെയും ചിയയിക്കുട്ടിയുടെയും ജീവിതം അതിലൂടെ ഇതൾ വിരിയുന്നത് ഒരു സമുദായത്തിൻ്റെ തന്നെ വളർച്ചയെ പറ്റിയുള്ള പാട്ടാണ്. അതൊരു പുലയപ്പാട്ടായി എങ്ങും പരക്കുന്നു. ഇവിടെ ഈ നോവൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ട് മാറുമറയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന മേലാള സമൂഹം, അങ്ങനെയുള്ള സമൂഹത്തിന് നേരെ ചിയയിക്കുട്ടി പ്രതികരിക്കുന്നത് തൻ്റെ ഇടതുമാറ് കീറി പറിച്ച് കളഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അത്രമാത്രം വേദനാജനകമായ ഒരു പ്രതിഷേധമാണ് അവൾ അവിടെ അറിയിക്കുന്നത്. അങ്ങനെ സമൂഹം മറ്റൊരു വിഭാഗത്തെ അടിച്ചമർത്തി അവരുടെ താഴ്ന്ന ജാതി എന്ന പേരിൽ അവരെ മുദ്രകുത്തി മാറ്റി നിർത്തുന്നതിൻ്റെ വേദനിപ്പിക്കുന്ന ദയനീയമായ ചിത്രം നമ്മളിലേക്ക് പകരുന്ന നോവൽ പിന്നീട് സഞ്ചരിക്കുന്നത് വളർച്ചയുടെ ഉയർച്ചയുടെ മേഖലകളിലേക്കാണ്. അങ്ങനെ ഗൗതമനുമായി സാമ്യമുള്ള സ്വഭാവങ്ങളിലും ചിന്തയിലുമെല്ലാം ഒരു പ്രത്യേക തരം സവിശേഷത പുലർത്തിയിരുന്ന ഗൗതമൻ, അതേപോലെ തൻ്റെ ജാതീയമായ അടിച്ചമർത്തലുകൾക്ക് നേരെ പ്രതികരിക്കാൻ വെമ്പിയിരുന്ന, മാറുമറയ്ക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ചിയയിക്കുട്ടി, ഇവരിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പ്രതിഷേധിക്കാൻ ആഗ്രഹിക്കുന്ന, വളരാൻ ആഗ്രഹിക്കുന്ന, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ അവകാശ ബോധത്തെ പറ്റിയുള്ള പാട്ട് തന്നെയാണ്. പുലയപ്പാട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിയയിക്കുട്ടിക്ക് മാറുമറയ്ക്കാനായി ബ്ലൗസ് മോഷ്ടിച്ച് കൊണ്ടു കൊടുക്കുന്ന ഗൗതമൻ. അപ്പോൾ ഇവിടെ തന്നെ അവരുടെ ഇത്തരത്തിലുള്ള ജാതിയുടെ അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ഒരു ബോധം അവരുടെ മനസ്സിൽ എത്രമാത്രം അന്തർലീനമായിരിക്കുന്നു എന്ന് നമ്മളിലേക്ക് കഥാകൃത്തിന് തുറന്നു കാണിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് പുലയപ്പാട്ട് എന്ന നോവൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജനകീയമാവുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതും. പക്ഷേ അവസാനം എന്താണ് സംഭവിക്കുന്നത്? അവർ പൊരുതുകയും പോരാടുകയും ചെയ്യുന്നു. ഗൗതമൻ അവസാനം രാഷ്ട്രപതി വരെ ആവുന്നു. എന്നാൽ തൻ്റെ രാഷ്ട്രപതി സ്ഥാനം ഉപേക്ഷിക്കാൻ ഗൗതമനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? എല്ലാം ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുന്ന ഗൗതമൻ. അങ്ങനെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എല്ലാത്തിനോടുമുള്ള അധികാരമോഹമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥ ഇവിടെ നമുക്ക് സംജാതമാകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ തൻ്റെ സമുദായത്തെയും സമൂഹത്തെയും മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ പോലും ഒരു തരം തന്മയീഭാവത്തിൻ്റെ അവസ്ഥകളിലൂടെ സഞ്ചരിച്ച് അവസാനം വീണ്ടും ഒന്നുമല്ലാതായി തീരുന്നതിൻ്റെ ഉൾക്കാഴ്ച, ഒന്നുമായി തീരാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടി പുലയപ്പാട്ട് എന്ന നോവൽ നമ്മളിലേക്ക് എത്തിക്കുമ്പോഴാണ് എത്രമാത്രം കഷ്ടത നിറഞ്ഞതാണ് പുലയരെ പോലെയുള്ള താഴ്ന്ന ജാതികൾ എന്ന് മുദ്രകുത്തി വെച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതം. അവരനുഭവിക്കുന്ന അടിച്ചമർത്തലുകളും അവകാശ ലംഘനങ്ങളും നീതി നിഷേധങ്ങളും എത്രത്തോളമാണ് എന്നെല്ലാം നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ് മുകുന്ദൻ്റെ നോവൽ. BA മലയാളത്തിലെ പ്രാചീന മധ്യകാല മലയാള കവിത, നോവൽ സാഹിത്യം എന്നീ വിഷയങ്ങൾ നിങ്ങളെ കുഴപ്പിക്കുന്നുവോ? ഈ രണ്ട് വിഷയങ്ങളുടെയും പഠന സഹായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക.